യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന് ശക്തമായ പിന്തുണയുമായി നേതാക്കൾ. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീകരവാദിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. കേസിൽ ഒന്നാം പ്രതിയായ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും കേരളത്തിൽ ഭരണകൂട ഭീകരതയാണ് നടക്കുന്നതെന്നും വി ഡി സതീശൻ പരാമർശിച്ചു. പിണറായി ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വീട്ടിൽ പോയി വാതിൽ മുട്ടി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന വാതിലിൽ മുട്ടി വിളിച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ചൊരു ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിനെയും UDF-നെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതുന്നു. അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന് പറയുന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ്. ഫാസിസ്റ്റ് ശൈലിയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ് പിണറായിയുടെ ഈ പോക്ക്. ഇത് അപകടകരമായ പോക്കാണെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. നടപടി ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്തതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ എന്തും ചെയ്യാൻ സാധിക്കുമെന്ന അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. സമരം ചെയ്യുന്ന പ്രവർത്തകരെയും നേതാക്കളെയും അർദ്ധരാത്രിയിലും വെളുപ്പിനെയും വന്ന് വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് ഒരു ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ്. രാഹുൽ പിടികിട്ടാപ്പുള്ളിയല്ലെന്നും നാടകീയമായ അറസ്റ്റാണെന്നും UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നത് മാർക്സിസ്റ്റുകാരുടെ ഫാസിസ്റ്റ് രീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും ഈ പ്രവർത്തനങ്ങളിലൂടെ പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് അപലപനീയമെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പോലീസിനെ കയറൂരി വിട്ടതാണോ എന്ന് ഭരിക്കുന്നവർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. കോൺഗ്രസുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായ ഒരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അതിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. അത് വളരെ പ്രതിഷേധാർഹമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV.